ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മിക്സഡ് ഗപ്പിയുടെയാണ്. അപ്പോൾ ഇതാണ്ട് ഇതിൽ ഈ കിടക്കുന്ന ഒരു ഐറ്റമാണ് മിക്സഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പേരിന് ഏകദേശം 40 രൂപയാണ് വില വരുന്നത്. പണ്ടൊക്കെ 5-നും 10-നും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന മുതലാണ്. ഇപ്പോഴാണെങ്കിൽ വില കൂടിയെന്ന് മാത്രമല്ല, ഈ ഒരു ഐറ്റത്തെ കിട്ടാനുമില്ല. പണ്ടൊക്കെ ഈ ഒരു ഐറ്റത്തെ വാങ്ങിക്കുന്നത് അലങ്കാരത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ പരത്തുന്ന കൊതുകിന്റെ കൂത്താടികളെ വരെ ഇവർ തിന്ന് നശിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് മഴവിൽ നിറത്തിൽ ഒരുപാട് പെറ്റുപെരുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മിക്സഡ് ഗപ്പി വളർത്തൽ വെറും ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇവരിൽ നിന്ന് ചെറിയൊരു വരുമാനവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് ജന്മം നൽകുന്ന ഇവർ ഒറ്റ പ്രസവത്തിലൂടെ തന്നെ ഏകദേശം 100-ലധികം കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. ഫ്രിഡ്ജ് ബോക്സിലും അക്വേറിയങ്ങളിലും പടുതാക്കുളങ്ങളിലും ചെറിയ പ്ലാന്റ് ടാങ്കുകളിലും ഒക്കെ ഇവരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹൈബ്രിഡ് ഗപ്പികൾ ഇന്ന് ലഭ്യമാണ്. വില അല്പം കൂടുതലാണെങ്കിലും മാർക്കറ്റുകളിൽ ഡിമാൻഡ് ഹൈബ്രിഡ് ഗപ്പികൾക്കാണ്. തുടക്കക്കാരായിട്ടുള്ള അക്വേറിസ്റ്റുകൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് മിക്സഡ് ഗപ്പികൾ എന്ന് പറയുന്നത്. പ്രസവിക്കുന്ന കുട്ടികളെ തിന്നുന്ന ഒരു സ്വഭാവം ഇവർക്കിടയിലുണ്ട്. അതിനാൽ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി ടാങ്കിൽ ഒരുപാട് ഹൈഡിംഗ് സ്പേസുകൾ ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി ടാങ്കിൽ ഒരുപാട് പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിക്സഡ് ഗപ്പികളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.